ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും തീരെ ഒഴിക്കുന്നില്ല. നമ്മൾ മുട്ട വെള്ളത്തിലാണ് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ മുട്ട എണ്ണയിലാണ് പൊരിച്ചെടുക്കാറ്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെള്ളത്തിലാണ് പൊരിച്ചെടുക്കുന്നത്. ആർക്കും ഇത് മനസ്സിലാവത്ത പോലുമില്ല നമ്മൾ വെള്ളത്തിലാണ് ചെയ്തതെന്നുള്ളത്. അത്രയും ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. എണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് ഈ മെത്തേഡ് തോന്നിയത്. പിന്നെ സോയ സോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലാസ്റ്റ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എണ്ണ തീരെ വേണ്ടാത്തവർക്ക് ഈ മെത്തേഡ് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിനകത്ത് ഒരുപാട് ചേരുവകളും ആവശ്യമില്ല. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് മഷ്റൂമാണ്. പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. റെഡ് ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കുക. മഷ്റൂം ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല, കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി മുട്ട ഒരു പാത്രത്തിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ എടുത്തു വെച്ച സ്പ്രിംഗ് ഓണിയനും മഷ്റൂമും ക്യാപ്സിക്കവും എല്ലാം അരിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം കുറച്ച് വലിയൊരു പാത്രം വേണ്ടി വരും. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടാണ് 6 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പ്രിംഗ് ഓണിയനും മഷ്റൂമും ക്യാപ്സിക്കവും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മഷ്റൂം ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഏത് തരം മഷ്റൂം ആണെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഞാൻ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. അതും ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. മല്ലിയിലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം സ്പ്രിംഗ് ഓണിയൻ ഉള്ളത് കൊണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നില്ല. ഇത് രണ്ടും ഏകദേശം 3/4 കപ്പിൻ്റെ അടുത്താണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ഇനി വേണ്ടത് ക്യാപ്സിക്കാണ്. റെഡ് ക്യാപ്സിക്കം എടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കുക. ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ്ട് 1/2 കപ്പിൻ്റെ അടുത്ത് വരും. ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏത് വെജിറ്റബിളും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഏത് വെജിറ്റബിൾ ആണെങ്കിലും ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് എരിവും ഉപ്പും ഒന്നും കൂടെ നോക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് മുട്ട എടുത്ത അതേ ക്വാണ്ടിറ്റി തന്നെ വെള്ളവും കൂടെ വേണം. അപ്പം ഇതേപോലത്തെ തന്നെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മുട്ടയുടെ അതേ ക്വാണ്ടിറ്റി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ തീരെ യൂസ് ചെയ്യുന്നില്ല എന്ന്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഈ വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ച മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് ഇളക്കാതെ വയ്ക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതേപോലെ അടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് നീക്കി കൊടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ മുട്ട ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മൾ ഇളക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടിയിൽ നിന്ന് ഇതേപോലെ നീക്കി കൊടുക്കാനായിട്ട്. ഇപ്പം ഇവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. മുട്ടയൊക്കെ ഏതാണ്ട് വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ വെള്ളം ഇതിനകത്ത് ബാക്കിയുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് വെള്ളം വറ്റിക്കാം. ഇപ്പം ഏതാണ്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഒരു ഡ്രോപ്പ് പോലും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നാലും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് സെർവ് ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതുപോലെ കീറ്റോ ഡയറ്റ് നോക്കുന്നവർക്ക്, അവർക്കൊക്കെയും ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി സോയ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലാസ്റ്റ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്.
നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്